നമുക്ക് എന്തൊക്കെ എക്സ്റ്റൻഷൻ ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇതാണ് ES7 റിയാക്ട് റിഡക്സ് റിയാക്ട് നേറ്റീവ് എന്ന സ്റ്റേറ്റ്മെന്റ്സ്. കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്താണ് ഷോർട്ട് കട്ട്സ് എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ എൻ്റെ പ്രൊജക്റ്റിനകത്ത് കമ്പോണൻറ്റ് ഹുക്സ് പേജസ് എന്ന് പറഞ്ഞ് 3 ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഹെഡർ ഫൂട്ടർ .jsx എന്ന് 2 ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് RACFE എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ RAFCE എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കമ്പോണൻ്റ് സ്ട്രക്ചർ ഇൻക്ലൂഡിങ് എക്സ്പോർട്ട് ഡിഫോൾട്ട് ഫൂട്ടർ നമുക്കിവിടെ വരും. ഫൂട്ടർ വരും. ഇതിനകത്ത് കമ്പോണൻറ്റിനകത്ത് ഞാൻ ഒരു കമ്പോണൻ്റ് കൂടെ ആഡ് ചെയ്യണം. കമ്പോണൻ്റ് അവിടെ ഇരിക്കട്ടെ. ഫൂട്ടർ ഹെഡർ ഫൂട്ടർ പേജസിനകത്ത് ഞാൻ ലേഔട്ട് ഡോട്ട് JSX RAFCE ഇതിനകത്തോട്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫ്രാഗ്മെന്റ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഹെഡർ ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് ഹെഡർ ഫ്രം // ഫൂട്ടർ ആഡ് ചെയ്യണം. അതായത് ഫൂട്ടർ നൽകുന്നുണ്ട്. നമുക്ക് ഈ രണ്ട് ഹെഡറും ഫൂട്ടറും നമ്മുടെ മെയിൻ വിൻഡോയിൽ വന്നാൽ നോക്കാം. ടെസ്റ്റ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ റീസൺ ഉണ്ട്. ലേഔട്ട് എന്ന് പറയുന്ന ഈ സംഭവത്തിന് ഞാനിനി app.jx കൊണ്ട് എഴുതണം, ഇമ്പോർട്ട് ചെയ്യണം. app.js ഇത് റീകമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അതവിടെ ഹെഡർ ഫൂട്ടർ വരുന്നുണ്ടോ. നമുക്ക് എന്തൊക്കെയോ എറേഴ്സ് ഉണ്ട്. നമുക്ക് ആ എറേഴ്സ് എന്തൊക്കെയാണെന്ന് 1 by 1 സോൾവ് ചെയ്ത് നോക്കാം. ഈ വിൻഡോ ഞാൻ തൽക്കാലത്തേക്ക് സൈഡിൽ ഒതുക്കുകയാണ്. അതിനകത്തുനിന്ന് ഞാൻ ഈ ലോഗോ ഡിഫൈൻ നെവർ യൂസ് എന്നുള്ളത് കളയാം. നമുക്ക് വരുന്നത് pages.layouts.xനകത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഹെഡറും ഫൂട്ടറും അവിടെ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. header.jsx നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ഈ ഹെഡറും ഫൂട്ടറും ഞാൻ ക്രിയേറ്റ് ചെയ്തത് സ്മോൾ ലെറ്ററിലാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം ഇത് ക്രിയേറ്റ് ആവാൻ. അല്ലാന്നുണ്ടെങ്കിൽ അത് HTML സ്ട്രക്ചർ ആയിട്ട് എടുക്കത്തുള്ളൂ.
ഫയൽ നെയിംസും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ വേണം. അപ്പോൾ അത് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. എന്താ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയാക്ടിൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പം സ്മോൾ ലെറ്റർ മാറ്റി ക്യാപിറ്റൽ ലെറ്റർ എഫ് മാറ്റി ഇടുന്നു. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ എച്ച് മാറ്റി ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്റർ എച്ച് കൊടുക്കുകയാണ്. ഇതിന് ശേഷം ലേഔട്ട് ഡോട്ട് JSXലേക്ക് വരുന്നു. ഇനിയിപ്പം ഒന്നുകൂടെ നോക്കട്ടെ, രണ്ടും കളഞ്ഞിട്ട് ഇവിടെ ഓട്ടോമാറ്റിക് ഇമ്പോർട്ട് ആവുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഇമ്പോർട്ട് ആകാതിരുന്നപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു എന്തോ ഒരു പ്രഷർ ഉണ്ടെന്നുള്ളത്. പക്ഷെ എനിക്കത് പെട്ടെന്ന് കത്തിയില്ല. ഇതാണ് കാര്യം. നമുക്കിവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഹെഡറും ഫൂട്ടറും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്കത്തെ കമ്പോണന്റ് എടുക്കാൻ വേണ്ടി ഒരു കമ്പോണന്റ് ആഡ് ചെയ്യാം. ഒരു ലേഔട്ടിനകത്ത് തന്നെ ഒരു പേജ് കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദി ഔട്ട്ലെറ്റ് പേജ് എന്ന് പറയും. ഈ ഹെഡർ ഔട്ട്ലെറ്റ് പേജ് എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ലാൻഡിംഗ് പേജ് എന്ന് കൊടുക്കാൻ പറ്റും. ഞാൻ തൽക്കാലം ലാൻഡിംഗ് പേജ് എന്ന് കൊടുക്കാം. പിന്നെ 3 പേജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഡേറ്റ ഈ ലാൻഡിംഗ് പേജിനകത്ത് വരാൻ നമുക്ക് മൂവീസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഗ്രിഡ് വേണം. ആ സിംഗിൾ ഗ്രിഡിനെ അത്രയും വെച്ചുകൊണ്ട് നമുക്ക് എന്തോ വേണം, നമുക്കൊരു ഇപ്പം നമ്മൾ ആദ്യം ആക്സിയോസിൽ തുടങ്ങി കുറേ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കുറേ ഡേറ്റ എടുക്കുന്നതിന് പകരം നമുക്കൊരു സിമ്പിൾ ഫോമിൽ പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ അപ്പം ഇതിനകത്ത് നമ്മൾ ആക്സിയോസ് വെച്ചിട്ടാണ് നമുക്ക് ആക്സിയോസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ക്വറി വെച്ചിട്ടോ ആണ് HTTP കോൾസ് വിളിക്കേണ്ടത്. കോണ്ടെക്സ്റ്റ് അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്, റൗട്ടർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൽ നിങ്ങളെ പഠിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റാവുന്ന രീതിയിൽ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഒരു കമ്പോണന്റ് എങ്ങനെയാണ് കമ്പോണന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ആ കമ്പോണന്റിനകത്ത് ഹെഡർ കമ്പോണന്റ് നമുക്കൊന്ന് മാറ്റി എഴുതാം. ഈ ഹെഡർ കമ്പോണന്റിനകത്ത് നമുക്ക് ആദ്യം എടുത്തതുപോലെ തന്നെ ഇതിനകത്ത് നാവ് എന്ന് പറയുന്നൊരു എലമെന്റ് കൊണ്ടുവരാം. നമുക്ക് അതിനു മുമ്പ് മെറ്റീരിയൽസ് UI എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മെറ്റീരിയൽസ് UI ചക്ര UI, ഇത് രണ്ടും റിയാക്റ്റിൽ യൂസ് ചെയ്യുന്ന രണ്ട് വ്യൂ ആണ്. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ മെറ്റീരിയൽ UIക്കകത്ത് പോകുന്നില്ല, ലൈക്ക് ഐ മീൻ ചക്ര UIയിലേക്ക് പോകുന്നില്ല, മെറ്റീരിയൽ UI തന്നെ എടുക്കാം. ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. ബട്ടൺസ് എങ്ങനെയാ വരിക, ലാൻഡിംഗ് പേജിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ കിടപ്പുണ്ട്.
ഇതിനകത്ത് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് ഡോഗ്സ് ഒന്ന് കയറി നോക്കാം. കുറെ സംഭവങ്ങളുണ്ട്. ഐക്കൺസ് എഴുതുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ചക്ര യു എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് വരുന്നത് ഇതുപോലെ സ്ലൈഡർ, പിൻ ഇൻപുട്ട്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെയാണ്. നമുക്കിപ്പം ഈ സ്റ്റേജിൽ യു ഐ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം ഞാൻ ആദ്യം ചൂസ് ചെയ്യാൻ പോകുന്നത് നാവ് ബാർ ആണ്. അപ്പം നമുക്ക് നാവ് ബാർ HTML5 എന്ന് പറയുന്നതിനകത്ത് ഇപ്പം W3 സ്കൂൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് നാവ് ബാർ എന്നുള്ളത്. നാവ് ബാർ എന്ന് പറയുന്നത് നാവിഗേഷൻ ബാർസ് ആണ്. നാവിനകത്തായിരിക്കും നമ്മൾ എഴുതുന്നത്. ലിസ്റ്റ് ഓഫ് UL രീതിയിൽ UL-നകത്ത് കുറെ ലിങ്ക്സ് എഴുതാറുണ്ട് നാവ് ബാർ എന്ന് പറഞ്ഞിട്ട്. അതിനെ പിന്നെ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ ഒരു സെമാറ്റിക്കൽ ടാഗോടെ യൂസ് ചെയ്യുന്നുണ്ട്. നാവ് എന്ന് പറയുന്ന ഒരു സെമാറ്റിക്കൽ ടാഗോടെ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. UL LI ഇവിടം വരെ എല്ലാം കറക്റ്റ് സെയിം തന്നെയാണ്. LI ആദ്യം ഞാൻ വരുന്നത് LIക്കകത്ത് ഞാൻ ഇപ്പം ഇത് ലിങ്കോ അല്ലെങ്കിൽ വേറെ ഒന്നും ആക്കി മാറ്റുന്നില്ല. href // ഇവിടെ ഞാൻ ഹോം എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ മൂവീസ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ കോണ്ടാക്ട് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ വേറൊരു സംഭവം കൂടെ ആഡ് ചെയ്യാണ്, ക്രിയേറ്റ് യൂസർ. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പരുവേ അറിയാൻ പറ്റും. നമ്മുടെ സ്ക്രീൻ അങ്ങനെ മാറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഡോട്ടിന്റെ ആവശ്യം ഇവിടെ ഇല്ല, ഈ ലൈനിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് വേണം, UI CSSന്റെ ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു CSS ക്രിയേറ്റ് ചെയ്യണം. header.sx പോലെ header.css ക്രിയേറ്റ് ചെയ്തു. ഞാനിവിടെ app.jsnകത്ത് ഇമ്പോർട്ട് ചെയ്തേക്കുന്ന പോലെ header.jsനകത്ത് ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ പോവാം. ഈ നാവിന് ഇതിന് ഞാനൊരു ക്ലാസ് കൊടുക്കുകയാണ്. അവിടെ ഞാൻ ക്ലാസ് ഈക്വൽ ടു എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. പകരം എഴുതാൻ പറ്റുന്ന കാര്യം ക്ലാസ് നെയിം എന്നുള്ളതാണ്. ക്ലാസ് നെയിം ഈക്വൽ ടു
and now bar. ഇങ്ങനെയാണ് ക്ലാസ്സിന് പകരം നമ്മൾ ക്ലാസ് നെയിമാണ് JSXൽ എഴുതുന്നത്. അതുപോലെ ക്ലിക്കിന് പകരം ഓൺ ക്ലിക്ക് ഇൻ എന്താ പറയുക ക്യാമൽ കേസ് O സ്മോൾ ലെറ്ററും C ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ട് ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. അപ്പോൾ ആ ഓൺ ക്ലിക്കോടെ ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. ഇവിടെ ഒരു ഹായ് വന്നതാണ്. ബാക്കി കുറച്ച് പേര് ഈ A.H എല്ലാം നമ്മൾ മാറ്റുന്നതായിരിക്കും. ഈ അലേർട്ട് ഓഫ് ഹായ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ ക്ലിക്ക് ബൈൻഡ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ്. ഓൺ ക്ലിക്ക്, ഓൺ ഹവർ, ഓൺ ബ്ലർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം ഓൺ വെച്ചിട്ടാണ് എഴുതുന്നത് മാത്രം ഓർത്താൽ മതി. ഇനി നാവ് ബാറിലേക്ക് വരാം. ഡോട്ട് നാവ് ബാർ display this style type none.